നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സോളാർ കേസ് പ്രതി സരിത എസ് നായർക്ക് കേസുകൾ ഒതുക്കാൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയെന്ന് അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. കോൺഗ്രസ് നേതാവായ തമ്പാനൂർ രവി മുഖേന നൽകിയിരുന്ന പണം പലതവണ താൻ പോയി വാങ്ങി. ടീം സോളാർ കമ്പനിയുടെ മുൻ മാനേജർ രാജശേഖരൻ, വക്കീൽ ഗുമസ്തനായ രഘു എന്നിവരുമായി ഫെനി നടത്തിയ സംഭാഷണത്തിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നു. മന്ത്രിമാരായ അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ്, KC വേണുഗോപാൽ MP, AP അബ്ദുള്ളക്കുട്ടി MLA എന്നിവരും സരിതയ്ക്ക് പണം നൽകിയതായി ഇവരുടെ സംഭാഷണത്തിലുണ്ട്. സോളാർ കേസ് പ്രതി സരിത ജയിലിൽ കഴിഞ്ഞ സമയത്ത് കേസുകൾ ഒതുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് തമ്പാനൂർ രവിവശം തന്റെ പക്കൽ പണം നൽകിയിരുന്നതെന്ന് രാജശേഖരനുമായുള്ള സംഭാഷണത്തിൽ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. 1963 ഞാനൊരു ഒരാളെ നിന്നുകൊണ്ട് ഒന്ന് ഈ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും നിന്നുകൊണ്ട് ഇന്ന് അവള് വെളിയിൽ കിടന്ന് ഇപ്പം കിടന്നു അടുത്ത പൈസ ഇല്ല. എന്നിട്ട് അടുത്ത ദിവസം ഞാൻ ഇയാളെ വീണ്ടും വിളിക്കും. ഇനി എവിടെ അപ്പം പറയും നമുക്ക് അടൂർ എടുക്കണമെന്ന് പറയും. ഞാൻ രാത്രി 12 മണിക്ക് എത്തിരി പൂജ അവിടെ നെടുമങ്ങാടും അവിടെ തമ്പാനൂരൊക്കെ നിൽക്കുക രാത്രി 2 മണിക്ക്. ഇത് കഴിഞ്ഞിട്ട് അവിടെ നിയമമാരുടെ വീട്ടിൽ പോയി അത് കളക്ട് ചെയ്ത് ഞാൻ രാത്രി വീട്ടിൽ വന്ന് പറഞ്ഞു തുടങ്ങി. രാവിലെ എന്നോട് ഇവരാണ് അങ്ങനെ കൊണ്ടുകൊണ്ട് ഞാൻ കൊടുത്ത് അപ്പം എന്നോട് പറഞ്ഞു ഫെനിക്കുള്ള ഫീസും കാര്യങ്ങളും പിന്നെ തമ്പാനൂർ രവിവശം ഇപ്പോഴും സരിതയ്ക്ക് പണമെത്തുന്നുണ്ട്. ആർ ബാലകൃഷ്ണപിള്ളയുടെ ബന്ധു ശരണ്യ മനോജും പണമിടപാടിൽ ഇടനിലനിന്നിരുന്നു. സരിത ജയിലിൽ കഴിഞ്ഞ സമയത്ത് താൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നും ഫെനി വ്യക്തമാക്കുന്നു. ഞാൻ പിന്നെ CM വിളിച്ചു. കുറച്ച് മാസം രാത്രി പുള്ളി വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ പുള്ളി പറഞ്ഞ് വേണ്ടുന്ന സഹായങ്ങളും കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് വേറെ എനിക്ക് തന്നു അതെല്ലാം അവർ പിന്നെ വാങ്ങിച്ചെടുത്തു. മന്ത്രി അടൂർ പ്രകാശ് അഭിഭാഷകനായ ഉണ്ണിത്താൻ വശം 30 ലക്ഷം രൂപ കൊടുത്തു. KC വേണുഗോപാൽ MP പണം നൽകിയ കാര്യം രാജശേഖരൻ പറയുമ്പോഴും ഫെനി ശരിവെക്കുന്നു. എറണാകുളത്തെ പണം കൈമാറ്റത്തിൽ ബെന്നി ബെഹനാനാണ് ഇടനിലക്കാരൻ. AP അബ്ദുള്ളക്കുട്ടി നൽകിയ 10 ലക്ഷം രൂപ സരിതയ്ക്കൊപ്പം താനും ഡ്രൈവർ ശശിയും പോയാണ് വാങ്ങിയതെന്നും ഫെനി സംഭാഷണ മധ്യേ രാജശേഖരനോടും രഘുവിനോടും പറയുന്നു. അത് പുള്ളി കൂടെ പോയാൽ മതി. ഞാൻ പറഞ്ഞത് ശശി ഞാനും ജയിൽ മോചിതയായ ശേഷവും സരിതയ്ക്ക് വൻതുക ലഭിച്ചിട്ടുണ്ടെന്നും കോയമ്പത്തൂരിൽ ഫാം ഹൌസും തിരുവനന്തപുരത്ത് 1 കോടിയിൽ പരം രൂപ മുടക്കി വീടും വാങ്ങിയിട്ടുണ്ടെന്നും സംഭാഷണം വ്യക്തമാക്കുന്നു. സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കേസ് ഒതുക്കി തീർക്കാൻ മുഖ്യമന്ത്രി തന്നെ പണം നൽകിയെന്ന വെളിപ്പെടുത്തൽ ഞെട്ടിക്കുന്നതാണ്. സോളാർ കേസിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് സരിതയുടെ അഭിഭാഷകന്റെ വാക്കുകൾ. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം പ്രദീപ് സിംഗ് നെടുമൺ, റിപ്പോർട്ടർ. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസ് വക്താവ് ശ്രീ ജോസഫ് വാഴക്കൻ MLA, DYFI സംസ്ഥാന പ്രസിഡന്റ് M സ്വരാജ്, ശ്രീ PC ജോർജ് MLA, BJP വക്താവ് ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ജയശങ്കർ എന്നിവരും ടീം സോളാർ കമ്പനിയുടെ മുൻ മാനേജർ രാജശേഖരനുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ ജോസഫ് വാഴക്കൻ, എന്തിനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സരിതയ്ക്ക് പണം നൽകുന്നത്? ഇത് നിങ്ങൾ മോർഫ് ചെയ്തതാണ് എന്നാണ് ഇന്ന് ഫെനി ബാലകൃഷ്ണൻ ഒരു പത്രസമ്മേളനത്തിൽ പുറത്തു പറയുന്നത് കേട്ടത്. നിങ്ങൾ ഈ രീതി രഹസ്യമായി എടുത്തു. അയാളുടെ സ്വരമല്ല, അയാളല്ല സംസാരിച്ചിരിക്കുന്നത്. ഇത് രാജശേഖരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ BJPക്കാർ പറഞ്ഞു വിട്ട് അവര് ചില ചാനലുകളും ചില പത്രങ്ങളും ഒക്കെ ചില പിന്നെ വീഡിയോക്കാരുമായി ഒത്തുചേർന്ന് ഉണ്ടാക്കിയ ഒരു മോർഫ് ചെയ്ത നാടകമാണെന്ന് അയാൾ പറയുന്നത് കേട്ടു. എനിക്കതിനപ്പുറത്ത് പിന്നെ എന്ത് പറയാനാണ്? നിങ്ങൾ ഇത് വെച്ച് ചർച്ച ചെയ്യുന്നത് പോലും കുറ്റകരമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, താങ്കൾ കോൺഗ്രസിന്റെ വക്താവാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോൺഗ്രസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായ തമ്പാനൂർ രവി വഴി സരിതയ്ക്ക് പണം എത്തിച്ചു കൊടുത്തു എന്നാണല്ലോ ഫെനി ബാലകൃഷ്ണൻ പറയുന്നത്, ഞങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മന്ത്രി അടൂർ പ്രകാശ്, ആര്യാടൻ മുഹമ്മദ്, KC വേണുഗോപാൽ MP, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ പേരും ഫെനി ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. ഇവരെല്ലാം നൽകിയ പണം എത്ര എന്ന് പറയുന്നുണ്ട്. സരിത ജയിലിൽ കിടന്നപ്പോഴും പിന്നീട് പുറത്തു വന്നപ്പോഴും പണം നൽകുന്നതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും തമ്പാനൂർ രവി വഴി ഉമ്മൻചാണ്ടി പണം നൽകുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് നിങ്ങളുടെ കയ്യിലാണല്ലോ. നിങ്ങൾക്ക് നിയമപരമായ നടപടി സ്വീകരിച്ചുകൂടെ ഈ ഫെനി ബാലകൃഷ്ണനും റിപ്പോർട്ടർ ചാനലിനുമെതിരെ?
അല്ല, അത് തീർച്ചയായിട്ടും അയാൾ പരാതി എഴുതി കൊടുത്താൽ അതേക്കുറിച്ച് അന്വേഷിക്കേണ്ടി വരുമായിരിക്കും ഒരു പക്ഷേ. ഇനി ഞാൻ പറഞ്ഞ എന്തിനാണ് ശ്രീ ജോസഫ് വാഴക്കൻ ഒരു പക്ഷേ രാവിലെ 10 മണിക്ക് ബ്രേക്ക് ചെയ്ത വാർത്തയാണ്? എന്തിനാണ് ഒരു പക്ഷേ? മാത്രമല്ല കെ സുരേന്ദ്രൻ നേരത്തെ തന്നെ ഇതിന് സമാനമായ ആരോപണം ബെന്നി ബെഹനാനെതിരെയും അതുപോലെ MLA-മാർക്കെതിരെയും പണം സമാഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ട് എന്തുകൊണ്ട് ഒരു പക്ഷേ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല? നിങ്ങളെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ചില പാർട്ടികളും ചില വ്യക്തികളുമായി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് എനിക്ക് ഒരു സംശയം തോന്നുന്നു. കാരണം ആ ഫെന്നി ഇന്ന് ഉച്ച കഴിഞ്ഞ് പറഞ്ഞത് എന്റെ വാക്കല്ല, എന്റെ സ്വരമല്ല, ഇത് കബളിപ്പിച്ചിരിക്കുന്നതാണ്, ഇത് മോർഫിംഗാണ്, ഇതെനിക്ക് പങ്കില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിനപ്പുറത്ത് നിങ്ങൾ പറയുന്നു ഇയാൾ പറഞ്ഞു എന്ന്, അയാൾ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല, ഇത് മോർഫ് ചെയ്ത് എന്റെ സ്വരം പിന്നെ മറ്റാരെ കൊണ്ടോ മിമിക്രിക്കാരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനപ്പുറത്ത് എന്ത് മറുപടി പറയാനാ എന്റെ പ്രകാശേ? ശ്രീ ജോസഫ് വാഴക്കൻ, ഇതിൽ പറയുന്ന മന്ത്രിമാർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ഇന്നിപ്പോൾ ഫെനി ബാലകൃഷ്ണൻ സരിത ചോദിക്കുമ്പോഴെല്ലാം പണം കൊണ്ടുപോയി ഒഴുക്കുന്നു എന്ന് പറയുന്ന ഇവരെല്ലാം ഈ സരിതയെ ടെലിഫോണിൽ പല പ്രാവശ്യം വിളിച്ചതിന്റെ വിശദാംശങ്ങളുണ്ട്. ഇന്നിപ്പോൾ VS അച്യുതാനന്ദൻ അരുവിക്കരയിൽ പ്രസംഗിച്ചത് ഒരു വെല്ലുവിളി തന്നെയാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്തിനു നിങ്ങൾ സരിതയ്ക്ക് പണം കൊടുക്കുന്നു, എന്തിനു ഈ കോഴ കൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ഇത് തെറ്റായ വാർത്തയാണ്, ഇപ്പോൾ റിപ്പോർട്ടർ TV വേറെ ആരെങ്കിലുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് ഈ വാർത്ത കൊടുക്കുന്നതാണ് എന്ന് താങ്കൾ സംശയം പ്രകടിപ്പിക്കുന്നു. ഫെനി ബാലകൃഷ്ണനും റിപ്പോർട്ടർ TVക്കുമെതിരെ നിങ്ങൾ നടപടിയെടുക്കേണ്ടതില്ലേ? നിങ്ങൾ എന്തിന് ഒരു പക്ഷേ എന്ന് പറഞ്ഞ് വൈകിക്കുന്നു? അതിന് ബന്ധപ്പെട്ടവർ അതിന് പരാതി കൊടുക്കട്ടെ, അവർ നടപടി എടുക്കട്ടെ. എവിടെ ഉമ്മൻചാണ്ടി ഇതുവരെ പരാതി കൊടുക്കുന്നില്ലോ? ഇന്ന് ഉമ്മൻചാണ്ടിയോട് രാവിലെ മുതൽ ചോദിക്കുന്നതാണല്ലോ. ഞങ്ങൾ തന്നെ ഉമ്മൻചാണ്ടിയോട് ഞങ്ങളുടെ റിപ്പോർട്ടർ രഘു ചോദിച്ചു, ഇങ്ങനെ മുഖ്യമന്ത്രി തമ്പാനൂർ രവി വഴി സരിതയ്ക്ക് ദിവസവും പല പ്രാവശ്യം പല ദിവസങ്ങളിലായി പണം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണോ, ബെന്നി ബെഹനാൻ വഴി സരിതയ്ക്ക് പണം കൊണ്ട് കൊടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് ഓടുകയാണ്. നടപടിയെടുക്കുക ഫെനി ബാലകൃഷ്ണനെതിരെ അല്ലെങ്കിൽ റിപ്പോർട്ടറിനെതിരെ. അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇത് ഫെനി ബാലകൃഷ്ണൻ ഈ വെളിപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അയാൾ തന്നെ വേണമെങ്കിൽ കൊടുക്കണം. അയാളുടെ പേരിൽ അനാവശ്യമായി അയാളുടെ പടം മോർഫ് ചെയ്ത് അയാളുടെ ശബ്ദം വേറെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ആരോ സംസാരിക്കുന്നു എന്ന് അയാൾ പറയുന്നു. ഇയാളൊക്കെ പറയുന്നതിന് മറുപടി പറയാനൊക്കെ സത്യത്തിൽ നമ്മളൊക്കെ മെനക്കെടാൻ പോലും പാടില്ല. വളരെ നല്ലതാണ്. ശ്രീ ജോസഫ് വാഴക്കന്റെ ഉയർന്ന ധാർമ്മികത ശരി തന്നെ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും അടൂർ പ്രകാശിനും അതുപോലെ തന്നെ മറ്റും MP-മാർക്കുമെല്ലാം ഈ ഉയർന്ന ധാർമ്മികത ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന മോശക്കാരിയായ സ്ത്രീയുടെ അടുത്തേക്ക് ഒരു വലിയ നേതാവാണല്ലോ തമ്പാനൂർ രവി, രാത്രി ക്ലിഫ് ഹൗസിൽ നിന്ന് പണം എടുത്തുകൊണ്ടുപോയി പറ്റി പതുങ്ങി തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ ഒളിച്ചു നിന്നിട്ട് ഈ ഫെനി വരുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രി ഇത്രയും പൈസ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ പണി എന്തിനു നടത്തണം? അല്ല പ്രകാശേ, ഇതിപ്പോ ഇവർക്ക് കാശുണ്ടാക്കുന്നതിന് നമ്മളെന്തിനാന്ന് വർത്തമാനം പറയാനായിട്ട് നിൽക്കുന്നത്? ഞാൻ എന്റെ സമയം, നിങ്ങളുടെ സമയം കളയുന്നത്. അവര് ചില്ലറ മേടിക്കാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണോ നിങ്ങളുടെ പരിപാടി? നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ലോകത്ത് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് വെറുതെ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്ന ആള് പറഞ്ഞ് ഞാൻ നിഷേധിക്കുന്നു. ഇല്ലാത്തൊരു കാര്യം പറ്റുകൊണ്ട് ഞാൻ എന്തിനു മറുപടി പറയണം? ഇത്തരം കാര്യത്തിന് മറുപടി പറയാൻ എനിക്ക് താല്പര്യവും ഇല്ല. ശരി, ജോസഫ് വാഴക്കൻ, താങ്കൾ I ഗ്രൂപ്പുകാരനാണ്. A എന്നാണ് ഇന്നിപ്പോ അച്യുതാനന്ദൻ നിങ്ങളുടെ എതിർ ഗ്രൂപ്പിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. അവരുടെ പ്രവർത്തനം വഴിയായിരിക്കാം അങ്ങനെ വലിയ A സർട്ടിഫിക്കറ്റ് കൊടുത്തത്. ആ ഗ്രൂപ്പിൽപ്പെട്ടവർ ഈ രീതിയിൽ പണം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രധാനപ്പെട്ട 3 കോഴക്കേസുകൾ, സോളാർ അഴിമതി, അതുപോലെ തന്നെ കളമശ്ശേരി ഭൂമി ഇടപാട്, കടകംപള്ളി ഭൂമി ഇടപാട്, ബാർ കോഴ, ഇതെല്ലാം പരസ്പര ബന്ധിതമായി ഒരു സ്ഥലത്ത് നിന്ന് പണം സമാഹരിക്കുന്നു, വേറൊരു സ്ഥലത്തേക്ക് കൊടുക്കുന്നു, വേറൊരു സ്ഥലത്ത് നിന്ന് പണം സമാഹരിക്കുന്നു, വേറെ ആൾക്ക് കൊണ്ട് കൊടുക്കുന്നു. ഇത് സരിതയിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇവിടെ സ്ഥലം വാങ്ങി എന്ന് ഫെനി ബാലകൃഷ്ണൻ പറയുന്നു. ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ പറയുന്നവർ തീർത്തും മോശക്കാരാണ് എന്ന് പറയുമ്പോൾ അവർ മോശക്കാരായിരിക്കട്ടെ, പക്ഷേ അവർ ആരെപ്പറ്റി പറയുന്നുവോ അവർ ഉന്നതരാണല്ലോ, ആദർശധീരരാണല്ലോ, ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരാണല്ലോ. നടപടി വേണ്ടേ ശ്രീ ജോസഫ് വാഴക്കൻ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ വായു തിരികിട്ട് അയാൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെ പറയുന്നേ? ശരി, താങ്കൾ ദയവായി ഹോൾഡ് ചെയ്യുക. ടീം സോളാർ കമ്പനിയുടെ മുൻ മാനേജർ രാജശേഖരൻ ഈ സംഭാഷണ സമയത്ത്
കാണുന്ന ഫെനിയോടൊപ്പം കാണുന്ന 2 പേരിൽ ഒരാൾ രാജശേഖരൻ, ഫെനി ഇത് പറഞ്ഞതാണോ? എന്താണ് നടന്നത്? ഹലോ, പറഞ്ഞോളൂ. അതെ, ഫെനി എന്നെ ഓഫീസിൽ വിളിച്ചു വരുത്തി എനിക്ക് ഫെനിയോടൊരു ചർച്ച വേണം, കണ്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ ഒരു ദിവസം 14-ാം തീയതി വിളിച്ചു പറയുന്നു. എനിക്ക് ആലപ്പുഴ പോകേണ്ട ആവശ്യമുണ്ട്, ഇനി ഞാൻ മാവേലിക്കര വരാം, അവിടെ വരുമ്പം എനിക്ക് 1-2 കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഫെനി എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മാവേലിക്കര പോകുന്നു. അവിടുന്ന് ഫെനിയെ ഫോൺ ചെയ്യുന്നു. ഫെനി ഫോൺ ഓഫ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫെനിയുടെ വീട്ടിൽ വിളിച്ചപ്പോൾ വീട്ടിലെ അവന്റെ അമ്മയോ സഹോദരിയാണെന്ന് തോന്നുന്നു, അവര് പറഞ്ഞ വിവരം എറണാകുളത്ത് ഒരു കേസിന് വേണ്ടി പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫെനിയെ വേറൊരു നമ്പറുണ്ട്, അതിൽ ഞാൻ വിളിച്ചു. അങ്ങനെ ഫെനി വന്നു. ഫെനി വരുമ്പോൾ ഫെനി മാത്രമല്ല, അടുത്ത ഫെനിയുടെ ഓഫീസിൽ വേറെ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ മനസ്സിലാവും. രഘു എന്ന് പറഞ്ഞ ഫെനിയുടെ ഗുമസ്തനുണ്ടായിരുന്നു. അവരെല്ലാം ഇത് കേട്ടോണ്ടിരുന്നതാണ്. ഈ ജോസഫ് വാഴയ്ക്കും പറയും പോലെ ഈ കേരളത്തിലെ ജനം വെറും വിഡ്ഢിയല്ല എന്ന് മനസ്സിലാക്കണം. ഇത് മോർഫിംഗ് അല്ല എന്ന് ഏതൊരു ശാസ്ത്രീയ പരിശോധന നടത്തിയാലും തെളിയിക്കപ്പെടാവുന്ന കാര്യമാണ്. ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിട്ടിരിക്കുന്ന വാർത്തയിൽ ഫെനി ബാലകൃഷ്ണനോടൊപ്പം സംസാരിക്കുന്ന ആളാണ് രാജശേഖരൻ. അദ്ദേഹം പറയുന്നത് താങ്കൾ കേട്ടില്ലേ? ഞാൻ കേട്ടു. ഈ സരിതയുടെ ജനറൽ മാനേജറായിരുന്നല്ലോ ഈ മൊത്തം തട്ടിപ്പിന്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ അദ്ദേഹം BJPയുടെ കയ്യിലാണ് 3-4 ദിവസമായിട്ട്. വെളിയിലോട്ട് കാണാറില്ല. ഇപ്പൊ എവിടുന്ന വണ്ടിയെ കൊണ്ടുവന്ന് ഇറക്കി വെച്ച് വർത്താനം പറയുന്ന ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഈ പറയുന്നവർ തട്ടിപ്പുകാരാണ് എന്ന് താങ്കൾ പറയുന്നു. വാദത്തിന് അത് സമ്മതിക്കാം. അവർ പണം പിടുങ്ങുന്നു ജനങ്ങളിൽ നിന്ന്, സമ്മതിക്കാം. പക്ഷെ അതിനെല്ലാം അവരെ സഹായിക്കുന്നത് ഈ മന്ത്രിമാരുമായുള്ള ബന്ധം, രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം, ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധമാണ് എന്ന് ഇന്നലെ പത്തനംതിട്ട കോടതി പറഞ്ഞല്ലോ. സരിതയ്ക്കും ബിജുവിനെയും ശിക്ഷിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. ആ പറഞ്ഞതിന്റെ തുടർച്ചയാണ് ഇന്നിപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുന്നത്. കാരണം അവരുടെ ഉന്നത ബന്ധം എന്താണ്, അവരെങ്ങനെയാണ് പണം സമാഹരിക്കുന്നത്? ഇത് താങ്കൾ ഇത്രയും നേരം പറഞ്ഞു ഇത് മോർഫിംഗ് ആണ് എന്ന് പറഞ്ഞു. സരിത ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം. എന്നെ മാത്രമായിട്ട് ജയിലിൽ കിടത്താൻ കഴിയില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പാണെന്നൊന്നും ഞാൻ ഓർക്കില്ല. ഞാൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തമ്പാനൂർ രവി ക്ലിഫ് ഹൗസിൽ നിന്ന് പണവുമായി പോകുന്നുണ്ടോ? ശ്രീ ജോസഫ് വാഴയ്ക്കൻ, ഞാൻ മോർഫ് ചെയ്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഫെനി ബാലകൃഷ്ണൻ നിങ്ങൾ പറയുന്നത് പോലെ തന്നെ ചാനലിലൂടെ പറയുന്ന കാണുന്നതാ. ഇതൊക്കെ ഞങ്ങൾ ചാനലിലൂടെയല്ലേ കേൾക്കുന്നുള്ളൂ. ഈ പറയുന്ന രാജശേഖരൻ എന്ന് പറയുന്ന ഇത്രയും കാലത്തെ ഈ സരിതയുടെ സർവ്വ തട്ടിപ്പിന്റെ ജനറൽ മാനേജറായിരുന്ന വ്യക്തി, അദ്ദേഹവും ഇപ്പൊ ഏതോ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. മൊത്തത്തിൽ എല്ലാവരും ഇതൊരു വലിയ മാർക്കറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനൊക്കെ നമ്മൾ കൂട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ കേരളം എവിടെ പോയി നിൽക്കുന്നു? സത്യത്തില് അകത്ത് കിടക്കേണ്ട ആളുകളെയൊക്കെ മഹത്വവൽക്കരിക്കുകയാണ് ഇപ്പോ. ഇവരെല്ലാം ചാനലുകളിലൂടെ വന്ന് വലിയ മഹാന്മാരായി മാറുകയാണ്. അനുമതിക്കെതിരെ പോരാളികളാകുകയാണ്. എന്തൊരു മര്യാദയില്ലാത്ത കാര്യങ്ങളാണ്. ശരി ശരി, ദയവായി തുടരുക. ശ്രീ എം സ്വരാജ്, സരിത മുതൽ ബിജു വരെയുള്ളവർ വെറും തട്ടിപ്പുകാരാണ്. അവർ ജനങ്ങളുടെ പണം തട്ടുന്നവരാണ്. അവരെ കുറിച്ച് അല്ലെങ്കിൽ അവർ പറയുന്നത് വാർത്ത കൊടുത്തുകൊണ്ട് അവരെ മഹത്വവൽക്കരിക്കുന്നു. ഇത് തട്ടിപ്പുകാരുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു എന്നാണ് ശ്രീ ജോസഫ് വാഴയ്ക്കൻ ഇപ്പോഴും പറയുന്നത്. ഇവർ തട്ടിപ്പുകാരാണെന്നുള്ളത് ശരി. ആ തട്ടിപ്പുകാർക്ക് എങ്ങനെ തട്ടിപ്പ് നടത്താൻ സാധിച്ചു എന്നല്ലേ പരിശോധിക്കേണ്ടത്. ഇന്നലത്തെ കോടതി വിധിയിലെ ഒരു വാചകം സർക്കാർ സംവിധാനങ്ങൾ പ്രതികൾ ഉപയോഗപ്പെടുത്തി എന്നതാണ്. സർക്കാരിന്റെ സംവിധാനങ്ങൾ പ്രതികൾ മാത്രം വിചാരിച്ചാൽ ഉപയോഗപ്പെടുത്താനാവില്ലല്ലോ. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരുടെ പിന്തുണയുണ്ടായിരുന്നു. അതാണ് കോടതി വിധിയിൽ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം. ഇത് പലതവണ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. ബഹുമാന്യനായ ജോസഫ് വാഴയ്ക്കൻ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടതായി വരും. ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് വിശ്വാസ്യതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ചെയ്ത ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്ത് കൈപ്പറ്റിയ റെസിപ്റ്റ് പരസ്യപ്പെടുത്തുക എന്നതായിരുന്നു. അത് വണ്ടിച്ചെക്കായിരുന്നു എന്ന് മനസ്സിലായി. എന്നിട്ട് കേസെടുത്തോ ശ്രീ ജോസഫ് വാഴയ്ക്കൻ? എന്തുകൊണ്ടാണ് കേസെടുക്കാതിരുന്നത്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വണ്ടിച്ചെക്ക് കൊടുത്താൽ കേസെടുക്കുന്ന രീതി ഇല്ലേ? നിങ്ങളുടെ ഓഫീസിൽ വെച്ചാണ്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചാണ് ഇടപാട് നടന്നത് എന്ന വാർത്തകൾ പുറത്തു വന്നപ്പോ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം വന്നു. അത് മാഞ്ഞുപോയി എന്ന മറുപടിയല്ലേ പറഞ്ഞത്? എത്ര അപഹാസ്യമാണത്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധിക്കണമെന്ന് പറഞ്ഞു. പരിശോധിക്കാൻ തയ്യാറായോ?
തിരുവഞ്ചൂർ ആദ്യം ഇതിൽപ്പെട്ട ഒരു കക്ഷിയുടെ വീട്ടിൽ പോയി എന്ന വാർത്ത വന്നപ്പോ നിഷേധിക്കല്ലേ ചെയ്തത്? പിന്നെ കരിക്ക് കുടിക്കുന്ന ചിത്രം വന്നപ്പോഴല്ലേ പോയി എന്ന് സമ്മതിച്ചത്? എന്തെല്ലാം മലക്കമർച്ചിലുകൾ നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട കോടതി ചോദിച്ചു, ഈ സ്ത്രീ ജയിലിൽ കിടക്കുമ്പോ കേസ് സെറ്റിൽ ചെയ്യാൻ എവിടുന്നാണ് ഈ പണം കിട്ടുന്നത് ചോദിച്ചില്ലേ? ആ പണം കിട്ടിയ വഴിയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. ബഹുമാനായ ജോസഫ് വാഴക്കൻ പറയുന്നത്, എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ള, ദയവായി ഈ ചിത്രങ്ങൾ, ഈ ദൃശ്യങ്ങൾ യഥാർത്ഥമല്ല എന്ന വാദഗതി ദയവായി ശ്രീ ജോസഫ് വാഴക്കൻ ഉന്നയിക്കരുത്. ഇത് നമ്മളെല്ലാം കാണുന്നതല്ലേ, ചലിക്കുന്ന ദൃശ്യങ്ങളല്ലേ. ഇത് മോർഫ് ചെയ്താണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? അപ്പൊ മറ്റെന്തെങ്കിലും ഒരു കാരണം പറഞ്ഞോളൂ, വേറെന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞോളൂ. ദയവായി ഈ ചിത്രം ശരിയല്ല. ഒരു വാർത്താ മാധ്യമം, കേരളത്തിലെ ഒരു വാർത്താ മാധ്യമം, അത് ഏതുമാവട്ടെ, നിങ്ങളെ അപകീർത്തിപ്പെടുത്താൻ, UDF-നെ അപകീർത്തിപ്പെടുത്താൻ വ്യാജമായി സൃഷ്ടിച്ച ഒരു ദൃശ്യം സംപ്രേഷണം ചെയ്യും എന്ന് ജോസഫ് വാഴക്കൻ വിശ്വസിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി? വ്യക്തമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇതിൽപ്പോൾ ഏത് ആരോപണം വരുമ്പോഴും മുഖ്യമന്ത്രിയാകട്ടെ UDF ആകട്ടെ, അത് മുഖ്യമന്ത്രി മുതൽ ജോസഫ് വാഴക്കൻ വരെയുള്ളവർ, സരിതയും ബിജുവുമെല്ലാം തട്ടിപ്പുകാർ, അവരെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ പണം കൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ പണം ഉമ്മൻചാണ്ടിക്കും ബെന്നി ബെഹനാനും എല്ലാം എവിടെ നിന്ന് കിട്ടി? എന്താണ് ഈ പണത്തിന്റെ ഈ പരസ്പര കൈമാറ്റത്തിന് പിന്നിൽ നടക്കുന്ന അഴിമതി? ഏതെല്ലാം അഴിമതികൾ പരസ്പര ബന്ധിതമാണിതിൽ? ഇത് വളരെ സ്പഷ്ടമാണ്. ഈ പണത്തിന്റെ ഉറവിടം പ്രധാനമായിട്ടും അഴിമതിയാണ്. പ്രത്യേകിച്ച് ബാറുകാരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ച പണം. പിറവ് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിച്ചു എന്ന ചോദ്യം തൊട്ട് തുടങ്ങാം. പിറവത്ത് വിതരണം ചെയ്യപ്പെട്ട കുപ്പികൾ എങ്ങനെ ഉണ്ടായി? പിറവത്ത് ഈ വിദേശ മദ്യത്തിന് ബാബു എന്ന പേര് വന്നെന്ന് ഒരുക്കുള്ള കാര്യങ്ങളുണ്ട്. ബാറുകാർ കൊടുത്ത പൈസയുണ്ട്, രാജ്കുമാർ ഉണ്ണി കൊണ്ട് കൊടുത്ത പൈസയുണ്ട്, നമ്മുടെ ബിജു രമേശ് പറയുന്ന കാര്യങ്ങളുണ്ട്. അതും കൂടി കൂട്ടിച്ചേർത്ത് വായി. ആ പണം കൊണ്ടാണ് സരിതയ്ക്ക് കേസുകൾ തീർക്കാൻ കഴിഞ്ഞത്. അവർ ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വളരെയധികം സംഖ്യ പരാതിക്കാർക്ക് കൊടുത്ത് പരാതി പിൻവലിപ്പിക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് സരിതയുടെ 23 പേരുണ്ടായിരുന്ന പരാതി 3 പേജായി ചുരുങ്ങിയത്. ആ പരാതി പുറത്തു വന്നിരുന്നെങ്കിൽ ചില നേതാക്കളൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരുവാണ്. അങ്ങനെ ഒരു പരിണതി ഒഴിവായതിന്റെ ഫലമായിട്ട് വളരെയധികം സംഖ്യ സരിതയ്ക്ക് കൊടുത്തു. ഇനി ഇതിനെ സമാന്തരമായി വന്ന വേറൊരു സംഭവം ഞാൻ പറയാം. ശ്രീ ജോസ് തെറ്റേലിനെതിരായിട്ട് ഇവിടെ അങ്കമാലിക്കാരിയായ നോബി അഗസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ധീര വനിത കൊടുത്ത പരാതിയാണ്. ആ സ്ത്രീയെ കൊണ്ട് പരാതി കൊടുപ്പിക്കുന്നതിന്റെ പുറകിലും ബെന്നി ബെഹനാനായിരുന്നു. അത് പിന്നീട് പുറത്തു വന്നു. അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മുഴുവൻ കൊടുത്തില്ല. ഈ കേസ് സുപ്രീം കോടതി വരെ പോയി തള്ളിപ്പോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസുകാരും മറ്റ് ദല്ലാളുമാരും കൊടുക്കാമെന്ന് പറഞ്ഞ സംഖ്യ കൊടുത്തില്ല. അതേ തുടർന്ന് അവർ വേറൊരു പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങളിലൊന്നും കാര്യമായിട്ട് വന്നില്ല. ആ പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ബെന്നി ബെഹനാൻ കൊടുക്കാമെന്ന് പറഞ്ഞവണ്ണം കൊടുത്തില്ല, കൊടുക്കാതെ വഞ്ചിച്ചു എന്നാണ്. അപ്പൊ ഇതവിടെ കൂട്ടിച്ചേർത്ത് വായിക്കും എങ്ങനെ ഇത് സംഭവിച്ചു. ഇനിയിപ്പോ ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞുകൂടി കൂട്ടെ. ഈ ഫെനി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞവർ യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്തവരുത്തിനാണ് വേറൊരു സംശയമില്ലാത്ത കാര്യമാണ്. അഭിഭാഷക വർഗത്തിന് മൊത്തം അപമാനമാണ് ഇങ്ങനെയുള്ള ആളുകൾ എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അദ്ദേഹം ഒളിക്യാമറയ്ക്ക് മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അത് നമ്മൾ പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഉപ്പ് തൊടാതെ എഴുതേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സംഗതികൾ വ്യക്തമാണ്. സരിതയ്ക്ക് പണം കൊടുത്തത് തമ്പാനൂർ രവിയാണെന്ന് എനിക്കില്ല. ബെന്നി ബെഹനാൻ ആ കാര്യത്തിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മന്ത്രി ബാബുവിനും വളരെ പ്രധാനപ്പെട്ട പങ്ക് ഇതിനകത്ത് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടന്നത്. ശ്രീ വി രാജേഷ്, BJP തെറ്റായ രീതിയിൽ ഈ കാര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് കോൺഗ്രസ് വക്താവ് ജോസഫ് വാഴക്കന്റെ ആക്ഷേപം. എന്താണ് മറുപടി? അതിൽ പ്രത്യേകിച്ച് മറുപടി നടത്തുന്നില്ല. കേരള ഗവൺമെന്റിനെ തന്നെ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആരാണെന്ന് നമുക്കറിയാം. BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ ഞങ്ങൾ ഇനി ആരൊക്കെ എതിർത്താൽ ഞങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പൊതുപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടും. അതിന് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അസ്വസ്ഥത തോന്നിയിട്ട് കാര്യമില്ല. BJPയുടെ ഇടപെടൽ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പല സ്ഥലങ്ങളിലും പല മാനേജർമാരുണ്ട്. മധ്യ കേരളത്തിലെ ഏറ്റവും നല്ല ഫണ്ട് മാനേജറാണ് ശ്രീ ബെന്നി ബെഹനാൻ. അതുപോലെ തന്നെ തിരുവിതാംകൂർ ഭാഗത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ശ്രീ തമ്പാനൂർ രവിയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സ്ഥലം മാറ്റത്തിൽ ഉൾപ്പെടെ ഇടപെടുന്നതും മുഖ്യമന്ത്രിക്ക് വേണ്ടി തിരുവനന്തപുരത്തെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത ശ്രീ തമ്പാനൂർ രവിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം MLA അല്ലെങ്കിലും ഗവൺമെന്റ് പ്രധാന ഭാഗമാണ് അദ്ദേഹമാണ് സരിതാ നായർ ആവശ്യപ്പെടുന്നതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം മൂന്നാമതൊരാൾ വഴി പണം സരിതയുടെ കയ്യിൽ എത്തിക്കുന്നതാണ് ഫെനി ബാലകൃഷ്ണൻ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നുച്ചയ്ക്ക് BJP പത്രസമ്മേളനം നടത്തി ഞങ്ങൾ പറഞ്ഞു, മുട്ടടയിലുള്ള അഞ്ചുമുക്കുവയൽ പ്രദേശത്ത്
സരിതാ നായർ ബന്ധുവിന്റെ പേരിൽ 1,10,00,000 രൂപ വിലപിടിപ്പുള്ള വീട് വാങ്ങിയിട്ടുണ്ട്. സരിതാ നായരോ ബന്ധുവോ വീട് വാങ്ങുന്നതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല, അവർ വാങ്ങിക്കോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു കേസിൽ ശിക്ഷിച്ച നിരവധി തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീ 1,10,00,000 രൂപ മുടക്കി വീട് വാങ്ങുമ്പോൾ അത് ആ പണം എവിടെ നിന്ന്, ആ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് വാല്യൂ നോക്കിയതിനു ശേഷം ആ പണം എവിടെ നിന്ന് എന്ന് കണ്ടെത്തുവാനുള്ള ബാധ്യത കേരളത്തിലെ സംസ്ഥാനത്തെ പോലീസിനുണ്ട്, അല്ലെങ്കിൽ അധികാരപ്പെട്ട സ്ഥാപനങ്ങൾക്കുണ്ട്. എന്തുകൊണ്ട് ഇവർ ഇത് അറിഞ്ഞിട്ട് മറച്ചു വച്ചിരിക്കുന്നു അല്ലെങ്കിൽ അന്വേഷിക്കുന്നില്ല? മറ്റൊന്ന്, ഞങ്ങൾ പലപ്പോഴായി ഉന്നയിച്ച ആരോപണം, സരിതാ നായരുടെ കേസ് ഇന്നലെ പ്രലോഭനത്തിന് വഴങ്ങാത്ത വാദിയും പ്രലോഭനത്തിന് വഴങ്ങാത്ത മജിസ്ട്രേറ്റുമായതുകൊണ്ടാണ് ശിക്ഷിച്ചത്. പല കേസുകളിലും സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് കേസ് തീർപ്പാക്കി പണം കൊടുത്തുകൊണ്ട് ആ പണം ആരാണ് കൊടുത്തത് അതിനെക്കുറിച്ച് ഇവിടെ അന്വേഷിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ഈ അവസരത്തിൽ പറയുവാനുള്ളത്, ഇന്നലെ പത്തനംതിട്ട കോടതിയിൽ നിന്നും കേസിന്റെ വിധി വന്നപ്പോൾ തങ്ങളുടെ പോലീസിന്റെ ഊറ്റം കൊണ്ടാണ് ഇത് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്നത് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇന്ന് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കെതിരെ ഒരു വെളിപ്പെടുത്തൽ, വളരെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അടൂർ പ്രകാശിനെതിരെ വന്നിരിക്കുന്നു, തമ്പാനൂർ രവിക്കെതിരെ വന്നിരിക്കുന്നു. മണിക്കൂറുകൾ ഇത്രയും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് ഒരു അന്വേഷണം ഉത്തരവിടുന്നില്ല? ഇപ്പൊ ഇടതുപക്ഷം വളരെ ശക്തമായി ഈ വിഷയത്തിൽ സമരത്തിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഫെനി ബാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ മറ്റൊരു കാര്യമുണ്ട്. ഇടതുപക്ഷത്ത് ഇപ്പോൾ നിൽക്കുന്ന, അഴിമതിക്കെതിരെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇപ്പോൾ പ്രചരണം നടത്തുന്ന ഒരു MLA-യുടെ പേഴ്സണൽ സ്റ്റാഫ് സരിതാ നായരെ കാണാൻ വേണ്ടി വിഗും വെച്ചുകൊണ്ട് താടിയും വെച്ചുകൊണ്ട് ജയിലിൽ പോയി എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വെളിപ്പെടുത്തലിനെ കുറിച്ച് ഇടതുപക്ഷം മിണ്ടുന്നില്ല. സോളാർ വിഷയത്തിൽ തുടക്കം മുതൽ ഇന്ന് രാവിലെ വരെ വളരെ ശക്തമായി സമരരംഗത്തും പ്രചരണ രംഗത്തുമുള്ളത് BJP മാത്രമാണ്. അഡ്ജസ്റ്റ്മെന്റ് സമരം നടത്തി പിൻവാങ്ങിയെന്ന് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ തന്നെ ആരോപിച്ചിട്ടുള്ള LDF-ന് ഇതിൽ സമരം നടത്താൻ യാതൊരു ധാർമ്മിക ബാധ്യതയുമില്ല. അരുവിക്കര തെരഞ്ഞെടുപ്പിൽ ഇത് ആയുധമാക്കി എന്നുള്ളത് കൊണ്ട് LDF യാതൊരു ഗുണവും ലഭിക്കുകയില്ല. ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും മറുപടി പറയണമെന്നാണ് എനിക്ക് ഈ അവസ്ഥയിൽ വ്യക്തമാണ്. ശ്രീ രാജശേഖരൻ, ഫെനി എന്താണ് നിങ്ങളോട് യഥാർത്ഥത്തിൽ പറയുന്നത്? ഇപ്പോൾ സരിതയ്ക്ക് പണം ആവശ്യമുള്ളപ്പോൾ ഫെനി ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു. അതിലൊരു ഭാഗത്ത് പറയുന്നു, ഉമ്മൻചാണ്ടി രാത്രി വെറുതെ ക്ലിഫ് ഹൗസിൽ ഇരിക്കുകയായിരുന്നു, ഉടൻ തന്നെ ഫോൺ എടുത്തു, പൈസയുടെ കാര്യം, അത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും വേണ്ട സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അല്ലെങ്കിൽ പണം എത്തിക്കാൻ പറയുമ്പോൾ അവിടെ എത്തിക്കുന്നു. അബ്ദുള്ളക്കുട്ടി 10 ലക്ഷം എന്ന് സരിത പറയുമ്പോഴേക്കും 10 ലക്ഷം ഇടുന്നു. അതല്ലെങ്കിൽ അടൂർ പ്രകാശിനെ വിളിക്കുന്നു, റവന്യൂ മന്ത്രിയെ വിളിക്കുന്നു, കുറച്ച് കാശ് വേണമല്ലോ, 30 ലക്ഷം രൂപ കൊടുക്കുന്നു. അങ്ങനെ സരിത വിളിക്കുമ്പോഴേക്കും പണവുമായി ഇവർ പാഞ്ഞു വരികയാണോ? എന്താണ് ഇവർക്ക് ഒളിക്കാനുള്ളത്? അവര് ഡയറക്റ്റ് അല്ല ഈ സരിതയുടെ കയ്യിലേക്ക് ഈ പണം, സാമ്പത്തിക ഇടപാട് എത്തിക്കുന്നത്. ഇതിന് ഇടനിലക്കാരുണ്ട്, അതിനകത്തും ഇടനിലക്കാരുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ പറയുന്നുണ്ട് സരിതയെ അറിയില്ല എന്ന് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾക്കറിയാം സുഹൃത്തെ, ആദ്യമായി ഒരു ചെക്ക് കൊടുക്കുമ്പോൾ ഞാനുണ്ട്, ബിജുവിന്റെ ഒരു ചിറ്റപ്പനുണ്ട്, മോഹൻദാസ് ഉണ്ട്, ഒരു രാജേഷ് ഉണ്ട്, കോട്ടയത്തുകാരൻ. അന്ന് സരിതയും മുഖ്യമന്ത്രിയുടെ ക്യാബിനകത്തുണ്ട്. സുഹൃത്തെ, ഇത് മനസ്സിലാക്കൂ. ബഹുമാനപ്പെട്ട ജോസഫ് വാഴക്കിന് മനസ്സിലാക്കണം, ഇത് നിങ്ങൾ ആരും അറിയാത്ത ചില സംഭവങ്ങളാണിത്. അത് കഴിഞ്ഞിട്ട് ജലനിധിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലായിൽ നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ചെവിയിൽ സരിത പറയുമ്പോൾ തൊട്ട് ബാക്കിൽ നിങ്ങൾ വീഡിയോ പരിശോധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാൻ കൂടെ നിപ്പുണ്ട്. അന്ന് എന്താ സംസാരിച്ചതെന്ന് വരെ എനിക്കറിയാം. എന്താണ് സംസാരിച്ചത്? അല്ലല്ല, എന്താണ് അന്ന് സരിത മുഖ്യമന്ത്രിയുടെ ചെവിയിൽ പറഞ്ഞത് താങ്കൾക്ക് അറിയാമല്ലോ. സ്ഥാപിക്കുന്നതിന് വേണ്ടി സർക്കാരിൽ നിന്നുമുള്ള, അതെ, സോളാർ പാനൽ സ്ഥാപിക്കാൻ കോയമ്പത്തൂരും പാലക്കാടും സ്ഥലം നോക്കിയിട്ടിട്ടുണ്ട്. അതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് 100% ഞാൻ കൂടെ ഉണ്ട്. ലക്ഷ്മി എന്നാണ് പറഞ്ഞത്, അന്ന് സരിത എന്നല്ല പറഞ്ഞത്, ലക്ഷ്മി എന്നാ പറഞ്ഞത്. ഈ പറയുന്നതിന്റെ പേരിൽ എന്നെ വധിക്കാൻ പോലും മടിക്കാത്ത ടീമിന്റെ ശ്രീ രാജശേഖരൻ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ മുഖ്യമന്ത്രിയോട് ഒരു നിക്ഷേപ താല്പര്യമുള്ള ഒരാൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു. പക്ഷെ മുഖ്യമന്ത്രി ഇപ്പോൾ അല്ലെങ്കിൽ ഫെനി ബാലകൃഷ്ണൻ വിളിക്കുമ്പോൾ പണവുമായി തമ്പാനൂർ രവിയെ ഓടിച്ചു വിടണമെങ്കിൽ, അതല്ലെങ്കിൽ ബെന്നി ബെഹ്നാനോട് സരിത പറയണ പൈസ ഉടൻ ചെന്ന് കൊടുക്കൂ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന നിക്ഷേപത്തിന് പാലക്കാടോ മറ്റെവിടെയെങ്കിലും സ്ഥലം ഏർപ്പാട് ചെയ്തതിന് അപ്പുറം ഒരു ബന്ധമുണ്ടാകണമല്ലോ. ആ ബന്ധം എന്താണ്? അപ്പുറവുമുണ്ട്. സരിത ജയിലിൽ പോകുന്നതിന് മുമ്പേ ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഏക്കർ കണക്കിന് വസ്തു ഈ ഉമ്മൻചാണ്ടി അവരുടെ മോനുമായി ചേർന്ന് വാങ്ങിയിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് സരിത ജയിലിലായപ്പോ അത് മറിച്ചു വിൽക്കുകയുണ്ടായി. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ ആ ഭാഗത്ത് ഏക്കർ കണക്കിന് ഭൂമി സലീം രാജും സരിതയും കൂടെ വാങ്ങിയതായിട്ട് എന്നെ ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട് കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത്.
അതും ഉമ്മൻചാണ്ടി അവരുടെ പേരിലല്ല വാങ്ങിക്കുന്നത്, അതും പറഞ്ഞിട്ടുണ്ട്. ശരി, പലരെയും ഉമ്മൻചാണ്ടി ഭീഷണിപ്പെടുത്തിയാണ് പണം വാങ്ങിയത് കൊടുക്കുന്നു. അടൂർ പ്രകാശ് എന്തിനാണ് പണം കൊടുക്കുന്നത്? ഇന്നിപ്പോ അടൂർ പ്രകാശ് പറയുന്നത് റിപ്പോർട്ടർ TV അടൂർ പ്രകാശിനെ വേട്ടയാടുന്നു എന്നാണ്. അടൂർ പ്രകാശ് സരിത പറയുമ്പോഴെല്ലാം പണം കൊണ്ടു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അതിനെക്കുറിച്ച് എന്താണ് അറിയാൻ കഴിയുന്നത്? അത് ചില ബന്ധങ്ങളുണ്ടായിരുന്നു സരിതയായിട്ട്, അത് പുറത്ത് പറയാതിരിക്കാനാ. കെ.സി. വേണുഗോപാൽ എന്തിനു പണം കൊടുക്കണം? അബ്ദുള്ളക്കുട്ടി എന്തിനു പണം കൊടുക്കണം? എന്തിന് വളരെയേറെ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യമേ മിണ്ടുന്നില്ല ഇപ്പൊ സരിത. 10 ലക്ഷം കൊടുത്ത ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കണ്ണൂർ പോയാ വാങ്ങിയത്. അത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ബഹുമാനപ്പെട്ട കേരള പോലീസിന് കണ്ടുപിടിക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. അത് ശശി എന്ന് പറയുന്ന ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു സരിതയ്ക്ക്. ആ ശശിയും ഫെനി ബാലകൃഷ്ണനും സരിതയും കൂടെ കണ്ണൂർ പോയാണ് ആ 10 ലക്ഷം കളക്ട് ചെയ്തത്. അതായത് രാജശേഖരൻ സരിതയ്ക്കൊപ്പം നടന്നപ്പോഴും ഇപ്പോൾ ഫെനിയുമായി റിപ്പോർട്ട് പുറത്തുവിടുന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോഴും മനസ്സിലാക്കുന്നത് സരിത പറയുകയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒരു പണം വേണം എന്ന് ഫെനി വിളിച്ച് പറയുകയാണ് സരിതയോട്, അല്ലെ മുഖ്യമന്ത്രിയോട്. ഉടൻ തന്നെ മുഖ്യമന്ത്രി പണം എത്തിക്കുന്നു, അടൂർ പ്രകാശ് പണം എത്തിക്കുന്നു. അതുപോലെ ഈ പ്രധാനപ്പെട്ട UDF നേതാക്കളും മന്ത്രിമാരുമെല്ലാം സരിത പണം വേണം എന്ന് പറയുമ്പോൾ പണം എത്തിക്കുന്ന രീതിയിൽ അവർക്ക് മുഖ്യമന്ത്രി മുതൽ അടൂർ പ്രകാശ് വരെയുള്ളവർക്ക് ഒളിച്ചു വെക്കാൻ പലതുമുണ്ട്. അത് സാമ്പത്തിക ഇടപാടുണ്ട്, അതുപോലെ VS അച്യുതാനന്ദൻ പറയുന്ന പോലെ ഗൺമോൻ പരിപാടിയുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളുണ്ട്. അങ്ങനെ ഒളിച്ചു വെക്കാൻ പലതുമുണ്ട്. ചുരുക്കത്തിൽ ശ്രീ രാജശേഖരൻ പറഞ്ഞു. അത് കൂടാതെ ഞാൻ ഈ പറയുന്നത് മുഴുവൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ജനങ്ങളും പോലീസും ഈ മന്ത്രിമാരും MLA-മാരും വിശ്വസിക്കണമെങ്കിൽ എന്നെ ഒരു നുണപരിശോധനയ്ക്കും കൂടെ വിധേയനായിക്കോട്ടെ, ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ. അപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും എന്താണ് സത്യം, ആര് പറയുന്നതാണ് സത്യം, എന്താണ് കേരളത്തെ ഇത്രയും കട്ടുമുടിച്ച് നശിപ്പിച്ച് വീണ്ടും കള്ളക്കളി കളിക്കുന്നതെന്ന് ജനം മനസ്സിലാക്കട്ടെ. ഇപ്പോ റിപ്പോർട്ടർ ചാനലിനെ വേട്ടയാടുന്നു എന്ന് പറയുന്നു. ഇനിയിപ്പോൾ ജനങ്ങളാണ് വേട്ടയാടാൻ പോകുന്നത് ഈ പറയുന്ന വ്യക്തികളെ. രാജശേഖരൻ, അതായത് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും UDF നേതാക്കളും സരിത ഒരു കേവലം ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ബിജുവുമായി ചേർന്ന് നടത്തിയ ഒരു തട്ടിപ്പാണ്, അത് സർക്കാരിന് നഷ്ടം വരാത്ത ഒരു തട്ടിപ്പാണ് എന്ന് വിശദീകരിക്കുമ്പോഴും ഇവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ചെവിയിൽ സ്വകാര്യം പറയാൻ കഴിയുന്ന ബന്ധം സരിതയ്ക്ക്, അടൂർ പ്രകാശിന് 10 130 പ്രാവശ്യം ഫോൺ വിളിക്കാൻ കഴിയുന്ന ബന്ധം, ആ രീതിയിൽ ദൃഢമാണ് ഇവർ തമ്മിലുള്ള സാമ്പത്തികവും അല്ലാത്തതുമായ ബന്ധം. അതിന് കേരളം വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നു. അങ്ങനെയാണോ? ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. സരിത ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം 2 SIM കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷവും ആരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉണ്ടെന്ന് നിങ്ങൾ സൈബർ സെല്ലുമായിട്ട് നോക്കൂ, കോൾ ഹിസ്റ്ററി എടുത്ത് നോക്കൂ, അപ്പം മനസ്സിലാവും. വളരെ വ്യക്തമാണ്. OV വിജയന്റെ ധർമ്മപുരാണത്തിൽ പറയുന്നതിനേക്കാളും മോശമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസും അതിനോട് ചേർന്ന് നിൽക്കുന്നവരും അതുമായി ബന്ധപ്പെട്ട ഭരണ മന്ത്രിതല രാഷ്ട്രീയതല നേതാക്കളും ചെയ്യുന്ന പരിപാടികൾ. അത് ഒരിക്കലും പൂർണ്ണമായി പുറത്തു വരാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു. പക്ഷേ വിവരങ്ങൾ പുറത്തു വന്നു. വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ M സ്വരാജ്, ശ്രീ VV രാജേഷ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.